എം.ആർ. അജിത് കുമാറിനെതിരായ DGPയുടെ റിപ്പോർട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്ന് PV അൻവർ MLA. DGP തെളിവുകളുടെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതീക്ഷിച്ച റിപ്പോർട്ടല്ല ഇത്. അജിത് കുമാറിനെ ഉടൻ മാറ്റുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. എല്ലാം കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. രാഷ്ട്രീയ പാർട്ടിയല്ല, സാമൂഹിക മുന്നേറ്റമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ സമവാക്യങ്ങളാണ് തെറ്റിക്കാൻ ചില്ലറ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ തൃശ്ശൂർ പൂരം തന്നെ കലക്കി അതിനൊരു ADGPയെ വിട്ട് അതിനു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരയച്ചത് കലക്കി അവർക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചു? കേരളത്തിലെ CMന് സാധിച്ചു. ഈ പറയുന്ന 10, 80, 90 ലക്ഷം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടി ഏറ്റെടുക്കണം, മറ്റു വകുപ്പുകൾ കൊടുക്കണം, ഇത് കൈകാര്യം ചെയ്യണം. ഇത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തടിയൂരുന്നതല്ല ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് നിർവഹിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനം ശരിയാണ്. ശിവദാസ്, മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് PV അൻവർ ആവർത്തിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? KP ഇന്നും രാവിലെ മാധ്യമങ്ങളോട് PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ആവർത്തിച്ചത് തന്നെയാണ്. കാരണം മുൻപ് പറഞ്ഞ നിരവധി വിഷയങ്ങൾ ഉണ്ട്. ആ വിഷയങ്ങളിലൊന്നും തന്നെ സർക്കാർ എന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാടുകളോ അല്ലെങ്കിൽ അനുകൂല തരത്തിലുള്ള മറുപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് താൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. DGP ഇപ്പോൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് അത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതീക്ഷിച്ച റിപ്പോർട്ട് ആവില്ല. കാരണം DGP അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളും അതോടൊപ്പം തന്നെ തെളിവുകളും പരിശോധിച്ചാണ് ഇത്തരത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGPക്കെതിരെ നടപടി ഉണ്ടാകും, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് അദ്ദേഹം പറയുന്നു. ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം താൻ പലപ്പോഴായി ADGPക്കെതിരെ ഇത്തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്കും എല്ലാം തന്നെ പരാതികൾ നൽകിയിരുന്നു. കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരാതികൾ നൽകിയത്. പക്ഷേ എന്നിട്ടും മുഖ്യമന്ത്രി അത് പരിഗണിക്കാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. തനിക്കെതിരെ ഇനിയും ഒരുപാട് കേസുകൾ വരും. ഇപ്പോഴുള്ള കേസ് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ താൻ ജയിലിലേക്ക് പോകും, എന്നാലും താൻ ഈ പോരാട്ടം തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനവും നിലപാട് വിശദീകരണ യോഗവും ഇന്ന് മലപ്പുറം ജില്ലയിലെ തന്നെ മഞ്ചേരിയിൽ നടക്കുന്നുണ്ട്. വൈകിട്ട് 6 മണിക്കാണ് ഈ വിശദീകരണ യോഗവും നയപ്രഖ്യാപനവും നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത് ഒരുപക്ഷെ നിയമപരമായ ചില സാങ്കേതിക തടസ്സങ്ങൾ അതിനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു MLA അദ്ദേഹത്തിന്റെ ആ പദവിക്ക് അത് വിരുദ്ധമാകും. ആ MLA പദവി രാജിവെച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനാകും. അതുകൊണ്ടാണ് ശിവരാജ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനമല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമല്ല, ഒരു കൂട്ടായ്മയാണ്, സാമൂഹിക കൂട്ടായ്മയാണ് തന്റെ ലക്ഷ്യമെന്ന് PV അൻവർ പറയുമ്പോഴും MLA സ്ഥാനം തൽക്കാലത്തേക്ക് സംരക്ഷിച്ച് നിർത്തുക, MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തൻ്റെ കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയിലേക്ക് ആളെ കൂട്ടുക, അത്തരത്തിലുള്ളൊരു ലക്ഷ്യം തന്നെയാണ് PV അൻവറിന് മുന്നിലുള്ളത് അല്ലേ? ചോദ്യം ആവർത്തിക്കുമോ? ശിവരാജ്, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, രൂപീകരണമല്ല തൻ്റെ ലക്ഷ്യം, മറിച്ച് ഒരു സാമൂഹിക കൂട്ടായ്മയാണ് എന്ന് പറയുമ്പോഴും ശിവരാജ് പറഞ്ഞതുപോലെ തന്നെ MLA സ്ഥാനം സംരക്ഷിച്ചുകൊണ്ട് MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തൻ്റെ പാർട്ടിയുടെ വിപുലീകരണം, അത് തന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത് അല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെ MLA എന്ന സ്ഥാനം അദ്ദേഹം നിലനിർത്തുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. കാരണം MLA പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഇടപെടാനുള്ള ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടാവും. കാരണം ഒരു അധികാരത്തിൽ ഇരുന്ന് പല കാര്യങ്ങളും കൂടുതലായി ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം നഷ്ടപ്പെടുത്താതെ തന്നെ അദ്ദേഹം ഒരു പുതിയ നയരൂപീകരണം ആണ് ലക്ഷ്യമിടുന്നത്, ഒരു സാമൂഹ്യ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമവിദഗ്ധരുമായെല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം വേണ്ട എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില സൂചനകൾ നൽകുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ആ തീരുമാനത്തിൽ ഒരു മാറ്റമുണ്ടാകും, ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് നൽകിയിരിക്കുന്ന ഒരു പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ്. ആ പേരിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഭാവിയിൽ
രൂപീകരിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. തമിഴ്നാട്ടിലെ DMK-യുമായി സഹകരിച്ച് അത്തരത്തിൽ ഒരു സെക്കുലർ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ലക്ഷ്യം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ MLA സ്ഥാനം സംരക്ഷിക്കുക എന്ന ഒരു നീക്കവും അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് PV അൻവർ മുന്നോട്ട് വെക്കുന്നത്. ശിവദാസ് കന്വനമാണ് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.